കണക്കിന് ഫൺ. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. 10 questions and ഗോപീസ് ഒന്ന് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയണം. ആൻഡ് വൈ. വൈ ആണ് എന്റെ പ്രശ്നം. ട്രൂ ഓർ ഫാൾസ് പറയാൻ പറ്റും. ലെറ്റ്സ് സീ. വട്ടായി പോയി എന്നുള്ള പാട്ട് വട്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. എല്ലാ പാട്ടുണ്ടാക്കുന്നവർക്കും സ്വല്പം വട്ടുണ്ടായിരിക്കും. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. വളരെ സെൻസിബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ഉണ്ടാവത്തില്ല. നമുക്കൊരു ഫ്രീക്ക് ലെവലിൽ നമ്മൾ മറന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് ഈ ക്രിയേഷനും ഈ മ്യൂസിക് എല്ലാം ഉണ്ടാവുന്നത്. മ്യൂസിക് ഒരു വട്ടാണ്. മ്യൂസിക് ഡയറക്ടേഴ്സ് തമ്മിൽ ഉള്ളിൽ ഈഗോ ക്ലാഷ് ഉണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, ഏതൊരു ഫീൽഡിലുള്ള ഒരേ മേഖലയിലുള്ള എല്ലാവർക്കും നമ്മൾ ഈഗോ ചെറിയ ക്ലാഷ് ഉണ്ടാവും. എന്താണ് ആ ക്ലാഷ്? മനുഷ്യർക്ക് മനുഷ്യനോട് തോന്നുന്ന ഒരു ക്ലാഷ് ആണ് അസൂയ. ഗോപിക്കുണ്ടോ? ഉണ്ട്. അതില്ലെങ്കിൽ ഞാൻ മനുഷ്യനില്ലാതെ ഇപ്പൊ. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിനാണ് അതിൽ ബ്രില്യന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നു. അവിടെ ബ്രേക്കും ബെല്ലും ബ്രേക്കൊക്കെ വേണമല്ലോ. ചില ആളുകൾക്ക് കൺട്രോൾ ഉണ്ടാവില്ല. എനിക്ക് കൺട്രോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പോലെ കൊള്ളാം. എനിക്ക് അല്ല മുത്തുച്ചിപ്പി അത് ഭയങ്കര ഇഷ്ടമായി. ഷാൻ റഹ്മാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ ഷാൻ റഹ്മാനോട് പറയാനുള്ളത്? മോനെ മച്ചാ പൊളിക്ക്. നമ്മളമാരുള്ളവരാണ് ഇനി മലയാളത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ. വാ നമുക്ക് പൊളിക്കാം. ഞാനാണ് ഇപ്പോൾ മലയാളത്തിലെ മോസ്റ്റ് വാണ്ടഡ് മ്യൂസിക് ഡയറക്ടർ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എന്റെ എത്രയും കോൺഫിഡൻസ്? ഈ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എനിക്ക് 16 വർഷത്തെ കണ്ണീരും കഥനവും രോദനവും ഒക്കെ ഉണ്ട്. And you are enjoying it? Yeah, I am enjoying it. I will enjoy it. ഗോപി പലരിൽ നിന്നും ഇൻസ്പിറേഷൻ കൊണ്ട് കടം കൊണ്ടിട്ട് പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു. ട്രൂ. ഗോപിയുടെ ഗോപിയുടെ ട്യൂണിൽ ആരെങ്കിലും ഇൻസ്പിറേഷൻ കൊണ്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവണമെന്നാണ് എന്റെ പ്രാർത്ഥന. എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എടുക്കണം. ഇപ്പൊ ഞാൻ ഇൻസ്പയർ ചെയ്ത ഒരു പാട്ടും എന്താ പറയാ അതിന് ചീത്തയാക്കിയിട്ടില്ല. അതിനെടുത്ത് അതിന് വേറെ ലെവലിലോട്ട് കൊണ്ടുവരാണ് ഉണ്ടായത്. ഞാൻ നെറ്റിൽ വായിച്ചാണ് ഒരിക്കൽ. അതായത് ഒരു ക്രിയേഷനെ നമ്മൾ ഒരാളിൽ നിന്ന് എടുത്ത് അതിന് വേറൊരു തലത്തിലോട്ട് അതിനെ എത്തിക്കുന്നതിന് നമ്മൾ ലവിങ് എന്ന് പറയും. പറയാൻ ഒരിക്കലും കോപ്പിംഗ് എന്ന് പറയില്ല. ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറയുന്നതല്ല. ദിസ് ഇസ് ദ ഫാക്ട് ഐ ആം ടെല്ലിംഗ്. ഇറ്റ്സ് എ ലവിങ്. സ്പോർട്സിലൂടെ സച്ചിൻ MP ആയി, പാട്ടിലൂടെ AR റഹ്മാനും MP ആവണം. ട്രൂ ഓർ ഫാൾസ്? ഇപ്പം MP ആയ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ നാടിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് നമുക്ക് ആദ്യം എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് AR റഹ്മാൻ ആവുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിക്കാം. മ്യൂസീഷ്യൻസ് പൊളിറ്റീഷ്യൻസ് ആവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം മ്യൂസീഷ്യൻസ് ആർ മോർ സ്ട്രേറ്റ്. ശുദ്ധന്മാരാണ്. അവർ മുഖത്ത് പോയി കാര്യം പറയും. ചിലപ്പോൾ അവർക്ക് ഫീലിംഗ്സ് കൂടുതലാണ്. എന്തെങ്കിലും അപകടം പറ്റും. ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിന് പ്രശ്നമാവും. ഇത് ക്ലബ് FM ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഇവിടെയുണ്ട് ഷാൻ ആൻഡ് ഗോപി സുന്ദർ ഓൺ സ്റ്റാർ ജാം. ഇത് മഴക്കാലമാണ്. മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റിയ കാലം മഴക്കാലമാണോ മഞ്ഞുകാലമാണോ? രണ്ടും. മഴ വരുമ്പോൾ മ്യൂസിക് വരും. മഴ വരുമ്പോൾ മ്യൂസിക് വരണമെന്നൊന്നുമില്ല. നല്ല മൂഡ് ഉണ്ടാവും. അതായത് മഴ വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അതേസമയം സാഡ്നെസ്സും ഉണ്ടാവും. ഗോപിക്ക് മഴയും മ്യൂസിക്കും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഐ ടോൾഡ് യു നോ, മഴ ഗീവ്സ് us ഇമോഷൻസ്. ഇൻ ദ സെൻസ് ചില സമയത്ത് നല്ല സന്തോഷം തരും, ചില സമയത്ത് ഭയങ്കരമായ ദുഃഖം നമുക്ക് ഫീൽ ചെയ്യും. ഈ രണ്ട് എക്സ്ട്രീമിലാണ് സംഗീതം ഉണ്ടാകുന്നത്. ഈ മെലഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചായയും ഒരു മഴയും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. ഒരു ചായയും ഒരു മഴയും അതിലുണ്ടായ ഒരുപാട് ഗാനങ്ങളുണ്ട്. ലൈക്ക് നിൻ ഹൃദയമൗനം ഉൾക്കടലിനാഴം എന്നുമറിയുന്നു ഞാൻ മൂകമായി. ഈ പാട്ട് ഒരു മഴയത്തൊക്കെ കമ്പോസ് ചെയ്ത പാട്ടാണ്. മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് ആക്കുന്നു. ഇവർക്കൊന്നും വേറെ പണിയില്ല. എന്തിനാ ഈ ക്ലാസിക്കൽ നമ്മളൊക്കെ വർത്താനം പറയുമ്പോൾ വേറെ ആൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ്. അതിനെടുത്തിട്ട് ഇനി ക്ലാസിക്കൽ ആക്കിയാലും വെസ്റ്റേൺ ആക്കിയാലും എല്ലാം ഒന്നാ. മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് ആക്കണം എന്നുള്ള വലിയ ഇത് നടക്കുന്നുണ്ട്. ഗോപി കുറെ കാലമായിട്ട് തമിഴ്നാട്ടിലായിരുന്നു. അക്കോർഡിംഗ് ടു ഏതാ നല്ല ലാംഗ്വേജ്? മലയാളം or തമിഴ്? സംഗീതത്തിന് നല്ലത് തമിഴാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല അങ്ങനെയൊന്നുമില്ല. എല്ലാം ബ്രില്യൻസ് പോലെ ഇരിക്കും നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. വണ്ടി നിന്നെ പോലെ വയറിൽ എനിക്കും തീയാണ് എന്നുള്ള പാട്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ടായതാണ്. അവിടെ പക്ഷികളും ഇല്ല, ഭൂമിയില്ല, ചന്ദ്രനില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പാട്ടുകൾ ഉണ്ടാക്കിയ ആളുകളും നമ്മുടെ മലയാളക്കരയിൽ തന്നെ ഉണ്ട്. സോ മലയാളം തമിഴ് തമ്മിലുള്ള സംഗീതത്തിന്റെ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. തമിഴിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒരുപാട് കാലഘട്ടങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ ഒരുപാട് കാലം നമ്മൾ ഭൂമിയും ചന്ദ്രനും സൂര്യനെയൊക്കെ ചുറ്റിക്കൊണ്ടിരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ പറഞ്ഞ പോലെ പറയണം, കണക്കിന് ഫൺ. അതിൽ താളമുണ്ടോ? എല്ലാത്തിലും താളമുണ്ട്. സൂപ്പർ. ഇതൊന്ന് ട്യൂൺ ചെയ്ത് തരാം എനിക്ക്. ഹായ്, ദിസ് ഇസ് ഗോപി സുന്ദർ. കണക്കിന് ഫൺ. You are under arrest. Are you ready? Okay. ഇപ്പൊ വെറും മ്യൂസിക് എന്ന് പറഞ്ഞ ബഹളാണ്, കുറെ സൗണ്ടിന്റെ മിക്സ് മാത്രമാണ്, അല്ലാണ്ട് അതിനകത്ത് സംഗീതം ഇല്ല എന്ന് പല മുതിർന്ന വലിയ ഗായകരും സംഗീതജ്ഞനും പറഞ്ഞിട്ടുണ്ട്. Is that true? ഞാൻ അവരുടെ പക്ഷത്തിന് ന്യായം പറയുന്നുണ്ട്. അത് കാരണം നമ്മളുടെ സൗണ്ട് ടെക്നോളജി ഇപ്പൊ ഇവിടെ പുതിയതായിട്ടൊക്കെ കുറച്ച് സമയമായിട്ടല്ലോ നമ്മുടെ ഇവിടെ വന്നിട്ട്. അപ്പൊ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മളൊക്കെ ഇത് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ എനിക്ക് മുമ്പുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വരയ്ക്കും ഇതൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗീതം ഉണ്ടാക്കി ഏതെങ്കിലും പ്രോഗ്രാമറിന്റെ കൊടുക്കുന്നു, അവരെന്തൊക്കെയോ പ്രോഗ്രാം ചെയ്ത് കലപ്പര
കലപ്പിലെ സൗണ്ട് ഉണ്ടാക്കി കയ്യിൽ കൊടുക്കുന്നു, എന്തൊക്കെയോ വ്രതമൊക്കെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി. പഴയ പാട്ടുകളിലൊക്കെ നല്ല വെൽ ഡിസൈൻഡ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു നമ്മുടെ കാലഘട്ടം. ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന വളരെ റിസ്കി ഗെയിം ആയിരുന്നു. ആ ഒരു സിസ്റ്റം മാറി ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു റെക്കോർഡിംഗ് ടെക്നോളജി വന്നപ്പം ഇതെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചു. ആ മിസ്റ്റേക്സിന്റെ ഫലമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ മുതിർന്നവരെങ്ങനെ പറയാൻ തുടങ്ങിയത് ഇപ്പോൾ. ബട്ട് വെരി റീസെന്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ലൈക്ക് ദീപക് ദേവ്, ഗോപി സുന്ദർ, അൽഫോൺസ് ആൻഡ് ഷാൻ റഹ്മാൻ, റെക്സ് ആൻഡ് ഈ ഇത്തരത്തിലുള്ള പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇവർക്കൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. എപ്പോഴും വോയിസിന് വളരെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടും ഒരു തരത്തിലും ലിറിക്സിനെയോ അതിന്റെ ഉച്ചാരണ ശുദ്ധിയോ ഭാവത്തിനെയോ ഒരു വ്യത്യാസം വരുത്താത്ത രീതിയിൽ നിങ്ങൾ പണ്ട് കാലങ്ങളിൽ റെക്കോർഡ് ചെയ്തിരുന്ന അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായി ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന യുവജനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഗോപിക്ക് ആഗ്രഹമുണ്ടോ ഇന്ത്യ മൊത്തം ഏറ്റുപാടുന്ന ഒരു പാട്ട് കമ്പോസ് ചെയ്യണം, ഓവർനൈറ്റിൽ 10 ലക്ഷം ക്ലിക്ക് ഉണ്ടാവണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതിനുള്ള വലിയ അത്യാഗ്രഹമൊന്നുമില്ല എനിക്ക്. നമുക്ക് നമ്മുടെ മലയാളത്തിൽ ആഗ്രഹമുണ്ടോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് ആഗ്രഹം മൊത്തം പാടി നടക്കുന്ന ഒരു പാട്ട് എനിക്ക് ഉണ്ടാക്കണം. അതെല്ലാവരും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. ഒരു പാട്ടുണ്ടാക്കുമ്പോൾ എല്ലാവരും പാടി നടക്കുന്നത് നല്ല പാട്ട് ഉണ്ടാക്കാൻ കഴിയുക, കാതിന് കേൾക്കുമ്പോൾ വേദനിക്കാണ്ട് അത് നല്ല രീതിയിൽ കേൾക്കുക. Super, and he is the Ustad Hotel music director. His name is Gopi Sundar. Tan Kanagana. Fun. Star Jam with RJ Sean. Either Gopi Sundar and Sean with you on Star Jam. Welcome back. Yes. Thank you so much. We are closing the show. Okay. And you are the first music director open ആയിട്ട് മ്യൂസിക്കിന്റെ തെഫ്റ്റിനെ കുറിച്ച് സംസാരിച്ച ആളാണ്. Okay. ഞാൻ സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ഏതെങ്കിലും മ്യൂസിക് എവിടെന്നെങ്കിലും ചൂണ്ടുന്ന സമയത്ത് ഉള്ളിൽ കുത്താറുണ്ടോ? അയ്യോ ഇത് പിടിച്ചാലോ, നാലാൾ അറിഞ്ഞാലോ? നമുക്ക് ഉള്ളിൽ കുത്തത്തില്ല. എന്താ വെച്ചാൽ നമ്മൾ അതിനെ എടുത്തിട്ട് വേറൊരു ലെവലിലോട്ടാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരിക്കലും എനിക്ക് കുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ കുത്തണമെങ്കിൽ നമുക്കൊരു ഭയം ഉണ്ടാവണം. എന്തായാലും ഇത് പിടിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മളെക്കാൾ, അതായത് ഞാൻ പാട്ട് കേൾക്കുന്ന ഒരു ബ്രില്യൻറ്റ് ലെവലിലാണ് ഞാൻ പാട്ട് കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നേക്കാൾ വലിയ പുലികളാണ് ഇത് കേൾക്കുന്ന ലിസണേഴ്സ് എന്നുള്ള വ്യക്തമായ ധാരണ നമ്മളുടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടുന്ന സംഗീതവും കൊടുക്കാൻ അറിയുന്ന മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഗോപി സുന്ദറിന് ഒരിക്കലും ഒരു കുത്തൽ ഏർപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എൻ്റെ മക്കളെ നമുക്കറിയാം, നമ്മൾ ചൂണ്ടുന്നത് എവിടെ നിന്നാണ് നമ്മൾ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം പോലും പറഞ്ഞു തരുന്ന പിള്ളേരാണ് നമ്മളുടെ കൂടെ നമ്മുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് തരാം, ഞാൻ ചൂണ്ടിയ സാധനം ഒരിക്കലും ആ ഒറിജിനലിനേക്കാളും മോശമാകത്തില്ല. അത് ഡെഫിനറ്റ്ലി എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും കണ്ണീരും കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ രീതിയിൽ മഹത്തരമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയുള്ളൂ. അതിന് ഐ എം ഗ്യാരണ്ടി. താങ്ക് യു സോ മച്ച്. നമ്മൾ ഗോപി ഓട്ടോഗ്രാഫ് ചെയ്യണം ക്ലബ് എഫ്എമ്മിന്റെ മകില്. ഡെഫിനറ്റ്ലി. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഫേസ്ബുക്കിലെ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് ഉള്ള പേജിൽ പോസ്റ്റ് ചെയ്യാം. ഗോപി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. 2006 തോന്നുന്നു ഫ്ലാഷ് എന്ന സിനിമ ചെയ്തത്. അതിൽ ഞാൻ ഏറ്റവും ഫീൽ ചെയ്തൊരു പാട്ടുണ്ട്. ഇത്രയും കാലം ചെയ്തതിൽ എനിക്ക് പേഴ്സണലി വളരെ അടുത്ത് എൻ്റെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്നൊരു ഗാനം നിൻ ഹൃദയമൗനം ഉൾക്കടലിനാഴം. നിൻ ഹൃദയമൗനം ഉൾക്കടലിനാഴം എന്നും അറിയുന്നു ഞാൻ മോഹമാ. ആ ഗാനത്തിൻ്റെ അത് എന്ത് താളത്തിലാണ് പോകുന്നത്. നമ്മളുടെ റിയാലിറ്റി ഷോകളിൽ നിന്നും നമ്മളുടെ എല്ലാ കൂട്ടുകാർക്കും സംഗതി, താളം, ടെമ്പോ ഇതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ കേരളത്തിൽ ജനങ്ങൾക്കുണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലോട്ട് വന്നത്. അങ്ങനെ ഈ പാട്ട് ഏത് ടെമ്പോയിലാണ്, അതായത് എന്താണ് അതിന്റെ താളം? ഓപ്ഷൻ എ മിശ്രം, ഓപ്ഷൻ ബി ഖണ്ഡം. അത് പറഞ്ഞ ഖണ്ഡം മീൻസ് 5/8. ഓപ്ഷൻ സി? ഓപ്ഷൻ സി ഇസ് ചതുരശ്രം. 4/4 അങ്ങനെയാണോ? 4/4. നിങ്ങൾ റിയാലിറ്റി ഷോ കണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. Well, that's Gopi Sundar. Tan. Fun.